ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ക്യുബാനോസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പാർട്ട് 2 വീഡിയോ ചെയ്യണതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മിൽക്കിൻ്റെ പാട എടുത്ത് മാറ്റി മാറ്റി ഒരു പാത്രത്തിലേക്ക് വെക്കണ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മളിപ്പം ബട്ടർ മേക്കിങ് കാണിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ബട്ടർ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 23 days ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാട ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഫ്രീസറിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിപ്പോൾ എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മളതൊന്ന് അടിക്കാൻ പോകണേണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഐസ് ക്യൂബ്സും വാട്ടറും മാത്രം മതി കേട്ടോ ഈ ബട്ടർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ പാട നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസി വരുമല്ലോ. ഈ ഒരു കൺസിസ്റ്റൻസി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇതിട്ട് കൊടുക്കും, ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഐസ് ക്യൂബ്സാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് വീണ്ടും നമ്മൾ മിക്സി ഒന്നും കൂടി വെച്ചിട്ട് അടിക്കണം. വേണ്ട ഇപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി വന്നു. അപ്പോൾ അത് ആയിട്ടില്ല, വീണ്ടും നമ്മൾ അടിച്ച് കഴിഞ്ഞ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ വേണം നമ്മളത് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ പിഴിഞ്ഞ് കളയാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തൈര് പോലെ കട്ടിയായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വരണം. അപ്പോൾ നമ്മൾ അത് പിഴിഞ്ഞെടുത്ത് അത് വേറൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമ്മളിടണം. അങ്ങനെ ഇട്ട് ഫുള്ളെടുത്ത് അങ്ങനെ മാറ്റി കഴിഞ്ഞതിന് ശേഷം ആ പാത്രത്തിൽ നിന്ന് നമ്മളെന്താ ഒന്നും കൂടി ഇതെടുത്ത് വാഷ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുന്നത്. കണ്ട ഇങ്ങനത്തെ ഒരു വെള്ളത്തിലിട്ടാലും അത് മിക്സ് ആവാത്ത ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് വേണം നമ്മളിങ്ങനെ എടുക്കാനായിട്ട്. എല്ലാം ഇങ്ങനെ പിഴിഞ്ഞ് നന്നായിട്ട് വെള്ളം കളഞ്ഞ് അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം എല്ലാം പിഴിഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ. ഇപ്പം എല്ലാം എടുത്ത് ലാസ്റ്റുള്ള ആ വെള്ളം നമ്മൾ കളയും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കണ്ടോ, ഇതിപ്പോൾ എല്ലാം ഒരു ഇതിലായിട്ടുണ്ട്, ഒരേ ഫോമിലായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒന്നും കൂടി എടുത്ത് വേറൊരു വെള്ളത്തിലേക്ക് ഇട്ട് ഒന്നും കൂടി വാഷ് ചെയ്യും. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി വേറൊരു ബൗളിലേക്ക് വെക്കണേണ്. ഈ ബൗളിലേക്ക് വെച്ച് ഇനി നമുക്കത് വേറൊരു ആ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി വാഷ് ചെയ്തെടുക്കാം. ഒന്നും കൂടി വാഷ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ ബട്ടർ റെഡിയായി. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ബട്ടർ മേക്കിങ്. അത്രേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. താങ്ക് യു. ബൈ ബൈ.